നാഗപ്പള്ളിയിലെ അലുവ അതുൽ കൊലപാതകത്തിൽ ഗൂഢാലോചനയിൽ കൂടുതൽ പേരുടെ പങ്ക് സംശയിക്കുകയാണ് പോലീസ്. ജിം സന്തോഷ് കൊലപാതകത്തിന്റെ വൈരാഗ്യത്തിലാണ് അതുലിനെ കൊന്നതെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു. ജിം സന്തോഷ് ചരമവാർഷികത്തിന് മുൻപ് കൃത്യം നടത്താൻ പദ്ധതിയിട്ടു. ഗൂഢാലോചന നടന്നത് വാളകത്തെ ക്വാറിയിലെന്നും പോലീസ് പറയുന്നുണ്ട്. ഷമീർ അബ്ദുൽ വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നു. ഷമീർ, എന്താണ് പോലീസ് പറയുന്നത്? സേതുലക്ഷ്മി, ഈ അലുവാതുൽ കൊലപാതക കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി, അതായത് മുഖ്യ പ്രതി, ഇതിന്റെ ആസൂത്രകൻ ഷാമോൻ കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ കീഴടങ്ങിയത്. അയാൾ ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് ഉള്ളത്. ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങുമ്പോഴാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരിക. പ്രാഥമികമായും പോലീസിന് ലഭിക്കുന്ന വിവരങ്ങൾ ഈ ഗൂഢാലോചനയിൽ കൂടുതൽ പേരുടെ പങ്കുണ്ട് എന്ന് പോലീസ് ഇപ്പോൾ സംശയിക്കുന്നു. ഒപ്പം തന്നെ ഈ അലുവ അതുലിനെ കൊലപ്പെടുത്തിയപ്പോൾ ആദ്യഘട്ടം ഉയർന്നു വന്ന സംശയം ജിം സന്തോഷ് കൊലപാതകത്തിൽ അലുവ അതുലിന് നേരിട്ട് പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ ജിം സന്തോഷ് കൊലപാതകവുമായി ഈ കൊലപാതകത്തിന് ബന്ധമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടത്തി. അതായത് ജിം സന്തോഷ് കൊലപാതകത്തിന്റെ വാർഷികം നടത്താൻ വേണ്ടി ഒരു വിഭാഗം ഗുണ്ടകൾ തീരുമാനിച്ചിരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ അലുവ അതുലിനെ കരുനാഗപ്പള്ളിയിൽ വെച്ച് വെട്ടിക്കൊലപ്പെടുത്തുന്നത്. ഒപ്പം തന്നെ അതേ ദിവസം തെരഞ്ഞെടുത്തതിനും കൃത്യമായ പങ്കുണ്ട്. ഈ പങ്ക് നടത്തിയത് വാളകത്തെ ഒരു കോറയിൽ വെച്ച് ഇതിന്റെ ഗൂഢാലോചന നടന്നു. അതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ പോലീസിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതിൽ പ്രധാനമായും ഗൂഢാലോചനയും സാമ്പത്തിക ഇടപാടുകളും നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പിടിയിലായിട്ടുള്ള അല്ലെങ്കിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള ഷാമോന്റെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഷാമോനെ കൊലപ്പെടുത്തുമെന്ന് മുമ്പേ തന്നെ ഷാമോൻ അതുൽ കൊലപ്പെടുത്തുമെന്ന് ഭയപ്പെട്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഷാമോൻ കായംകുളം പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകിയിട്ടുമുണ്ട്. അതിന്റെ ആ ഭയം മൂലമാണ് ഇത്തരത്തിൽ അലുവ അതുലിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതെന്നാണ്, കൊലപ്പെടുത്താൻ കൊട്ടേഷൻ നൽകിയതെന്നാണ് ഇപ്പോൾ പോലീസ് മനസ്സിലാക്കുന്നത്. എന്തായാലും കസ്റ്റഡി അപേക്ഷ നാളെ പരിഗണിക്കുമ്പോൾ ഇയാളെ കസ്റ്റഡിയിൽ വിടുകയും ചെയ്യുമെന്നാണ് പോലീസ് പറഞ്ഞത്. അതിനുശേഷം കൂടുതൽ പേരുടെ പങ്കുകൾ പുറത്തേക്ക് വരുമെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. സേതുലക്ഷ്മി.